ഇതിനെ ഈ കോൺഗ്രസ് നേതാക്കളുടെ ചിരി നമുക്കെല്ലാവർക്കും അറിയാം. എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചിട്ടായാലും ചിരിച്ചുകൊണ്ട് മാത്രമേ അവർ മറുപടി പറയുകയുള്ളൂ. ഈ 10 ദിവസം മുഖ്യമന്ത്രി ചർച്ച നീണ്ടു നിന്നപ്പോഴും അവർ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്തത്. അത് മറുപടികളും അത്തരത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ആദ്യ KC വേണുഗോപാലിന്റെ പ്രതികരണം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന രീതിയിലായിരുന്നു. എന്നാൽ അതിനുശേഷമായിരുന്നു AICC ജനറൽ സെക്രട്ടറി സ്ഥാനം പോലും താൻ തരാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ഒരു വൈകാരിക പ്രകടനം വരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന എയർപോർട്ടിൽ തന്നെ പിച്ച് ചിന്തിയിട്ട് മതിയാകുന്നില്ല എന്നുള്ള ഇതൊക്കെ വരുന്നു. അപ്പോൾ അത്തരത്തിൽ മുറിവേറ്റ് നിൽക്കുന്ന ഒരു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാവിനെ എങ്ങനെയായിരിക്കും ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി വരുന്നത്. 8 പേർ തന്നോടൊപ്പം, അതായത് നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ MLA-മാരുടെ ഒരു കൂടുതൽ പിന്തുണ KC വേണുഗോപാലിനായിരുന്നു. അപ്പോൾ അത്രത്തോളം MLA-മാരുള്ളപ്പോൾ അവരിൽ നിന്നും പ്രതിനിധീകരിച്ചുകൊണ്ട് 8 പേരെ ആക്കണമെന്നുള്ളൊരു ഡിമാൻഡ് മുന്നിലേക്ക് വെക്കുന്നു. അപ്പോൾ അതിന് എത്രത്തോളം നോ പറയാൻ കഴിയും? ഹൈക്കമാൻഡ് പറഞ്ഞ പല കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് ആ മുഖ്യമന്ത്രി സ്ഥാനം ഒന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും മറ്റ് പരസ്യ പ്രതികരണങ്ങളിലേക്കൊന്നും പോകാതെ KC വേണുഗോപാൽ മാറി നിന്നത്. അങ്ങനെയുള്ള ഒരു നേതാവിനെ പിണക്കി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലിജോ ദയവായി തുടരുക. രമേശ് ചെന്നിത്തലയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KC വേണുഗോപാൽ പുറത്തിറങ്ങിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.